ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് നല്ല തിക്കായിട്ടുള്ള അടിപൊളി ടേസ്റ്റിൽ എങ്ങനെയാണ് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഗ്ലാസ് ഒന്ന് ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ആദ്യം ചെയ്യുക, അതിനുശേഷം നമ്മളിത് ഫ്രീസറിൽ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഷേക്ക് അടിച്ച് വരുമ്പോഴേക്കും ഇത് ശരിക്കും ഈ സിറപ്പൊക്കെ ഈ ഗ്ലാസ്സിൽ നന്നായി പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ 1/2 ലിറ്റർ പാല് നന്നായി തണുപ്പിച്ച് കട്ടിയാക്കിയതിന് ശേഷം അതേപോലെ ഇങ്ങനെ പൊടിപ്പൊടിയെന്ന് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ പാൽ ഇങ്ങനെ നന്നായി കട്ടിയാക്കി ഇതേപോലെ പൊടിച്ചെടുത്താൽ മാത്രമേ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഷേക്ക് കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ ഇതെല്ലാം കൂടി പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും, അല്ലെങ്കിൽ പഞ്ചസാര ശരിക്കും അലിയാതെ കിടക്കും. അപ്പോൾ നമ്മൾ പഞ്ചസാര അലിയുന്ന വരെ ഇത് നന്നായി ജാറിലിട്ടിട്ട് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വെള്ളമായി പോവുകയും ചെയ്യും. അതുകൊണ്ട് പൊടിച്ച പഞ്ചസാര ഒരു 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് വാനില ഐസ്ക്രീമാണ്. ഞാനിവിടെ 2 സ്കൂപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാനില ഐസ്ക്രീമിന് പകരം ചോക്ലേറ്റ് ഐസ്ക്രീമും ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള ഷേക്കാണിത്. നമുക്കിതിൻ്റെ മേലെ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ മേലെ നട്ട്സോ ചോക്ലേറ്റോ ഇഷ്ടമുള്ളത് വെച്ചിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഷേക്കാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.